മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട സ്റ്റേഡിയത്തിന്റെ നിറംമാറ്റൽ GCDA ചർച്ച ചെയ്തിരുന്നു. വിഷയം എക്സിക്യൂട്ടീവ് യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ചയായത്. പെയിന്റിംഗ് മാറിയടിച്ചതോടെ ഡ്യൂറോലക് നൽകിയ 5 വർഷത്തെ വാറണ്ടി വെള്ളത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ TJ വിനോദ് MLA വിഷയം ചർച്ചയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇന്ന് നടക്കുകയുണ്ടായി ജനറൽ കൗൺസിലിൽ. ഞാനും ബഹുമാനിയായ ശിവകുമാർ തോമസ് ആ വിഷയം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നയപരമായ തീരുമാനം ജനറൽ കൗൺസിൽ വയ്ക്കുകയും അജണ്ട വയ്ക്കുകയും അത് ചർച്ച ചെയ്യുകയും എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുകയും ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിൽ ഒരു DPR ഉണ്ടാക്കിയ അത്തരം പ്രവർത്തികൾ അവിടെ നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ജനറൽ കൗൺസിൽ ഉന്നയിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു റെപ്രസെൻറ്റേറ്റീവും GCDയുടെ ചീഫ് എഞ്ചിനീയറും സ്പോൺസറുടെ ഒരു എഞ്ചിനീയർ കൂടി 3 അംഗ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വെരിഫിക്കേഷൻ നടത്തി അതാത് ദിവസം മീറ്റിംഗ് കൂടി നടത്തുന്നു എന്നുള്ളതാണ് ചെയർമാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിയോജനക്കുറിപ്പ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി. കാരണം ഇത് സുതാര്യമായി ഒരു ഇൻ്റർനാഷണൽ ടീം ഇവിടെ വന്ന് ഒരു മത്സരം നടത്തുന്നതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിതെല്ലാം ഒരു പ്രതിഷേധം ഉണ്ടാക്കരുത്. പക്ഷേ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് GCDA ചെയർമാൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അയാളുടെ സ്പോൺസർഷിപ്പിനെ തുടർന്ന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ, എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, വല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. ആ സന്ദർഭത്തിൽ GCDA ചെയർമാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഇല്ല. സ്പോൺസർ ഈ 30-ാം തീയതി വർക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പോകണം. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളി കൊണ്ടുവരികയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ധാരണയുമായിട്ട് സ്പോൺസറുമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് TJ വിനോദ് MLA ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്ന കാര്യം. പക്ഷേ നേരത്തെ ഈ ചന്ദ്രൻപിള്ള GCDA ചെയർമാൻ പ്രതികരിച്ചൊരു കാര്യം, എല്ലാം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് GCDA അറിഞ്ഞുകൊണ്ടാണെന്നുള്ള ഒരു പ്രതികരണം സ്പോൺസറെ വെള്ളപൂശുന്ന തരത്തിലായിരുന്നു. അതൊന്നും നമുക്ക് കേൾക്കാം. സ്പോൺസർ തന്നിഷ്ടപ്രകാരം സ്റ്റേഡിയത്തിന്റെ പെയിന്റിംഗ് മാറ്റിയതുപോലെ വാറണ്ടി നഷ്ടപ്പെട്ടു. തന്നിഷ്ടപ്രകാരം നടക്കില്ല. ഞാൻ നടക്കുന്നതല്ല, ഞങ്ങളുടെ നേരിട്ടുള്ള ശ്രദ്ധയോടുകൂടിയാണ്. ഡ്യൂറോലക്സ് കമ്പനി പറഞ്ഞിരുന്ന വാറണ്ടി നഷ്ടമായില്ല, ഡാമേജ് ഇല്ല. അങ്ങനത്തെ പ്രശ്നമില്ല. അത് ആകെ നടത്തുന്ന റിവാമ്പിങ്ങിനകത്ത് പെയിന്റിംഗ് കൂടി നടത്തിയതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തൊക്കെയാണ് കലൂർ സ്റ്റേഡിയത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്